കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്തൊരു പ്രധാനപ്പെട്ട വാർത്ത തിരുവനന്തപുരത്ത് കളിയിക്കാവിളയിൽ നിന്ന് വന്നിരുന്നു. ഒരു ക്വാറി ഉടമയുടെ കൊലപാതകം നമ്മൾ വലിയ വാർത്തയായിട്ട് വരുന്നത് കണ്ടതാണ്. തമിഴ്നാട് പോലീസാണ് ആ കേസ് അന്വേഷിക്കുന്നത്. കാരണം അത് തമിഴ്നാടിൻ്റെ പരിധിയിൽ നടന്നൊരു വിഷയമായതുകൊണ്ട് തന്നെ. പക്ഷേ പ്രതികളൊക്കെ മലയാളികളാണ്. അതിൽ ഒരു പ്രതിയെ, അമ്പിളി എന്ന് പറയുന്ന ഒരു പ്രതിയെ, കൊലപാതകം നടത്തിയ വ്യക്തിയെ പിടികൂടിയിട്ടുണ്ട്. പക്ഷേ ഇയാൾ മാത്രമല്ല, കൂടുതൽ പേർ ഈ കൊലപാതകത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട്, ഗൂഢാലോചന അടക്കം നടന്നിട്ടുണ്ടോ എന്ന വലിയ സംശയമൊക്കെ പോലീസിന്റെ മുൻപിലുണ്ട്. ആ രീതിയിലുള്ള അന്വേഷണം നടക്കുമ്പോൾ ഇതാ ഒരാൾ കൂടി കസ്റ്റഡിയിലായിരിക്കുന്നു എന്ന വിവരമാണ് വരുന്നത്. തിരുവനന്തപുരം നേമം സ്വദേശി പ്രേമചന്ദ്രനാണ് കസ്റ്റഡിയിലായിരിക്കുന്നത്. കൊലപാതകം ആസൂത്രണം ചെയ്തതിൽ പ്രേമചന്ദ്രനും പങ്കുണ്ടെന്നാണ് പോലീസ് ഇപ്പോൾ വിശദീകരിക്കുന്നത്. ഫോൺ രേഖകളുടെ അടിസ്ഥാനത്തിലാണ് പ്രേമചന്ദ്രനെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. മാനസ തിരുവനന്തപുരത്ത് നിന്ന് ഈ വാർത്തയുടെ വിവരങ്ങൾ നമ്മളോട് പറയും. നോക്കാം ഈ കേസിന്റെ അന്വേഷണം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെന്ന്. മാനസ, കളിയിക്കാവിള കൊലപാതകത്തിൽ ഇപ്പോൾ ഒരാൾ കൂടി കസ്റ്റഡിയിലായിരിക്കുന്നു എന്നാണ് പോലീസ് നൽകുന്ന ഒരു വിശദീകരണം. പ്രേമചന്ദ്രൻ എന്നയാളാണ് കസ്റ്റഡിയിലായിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. അതായത് പോലീസ് കഴിഞ്ഞ ദിവസം തന്നെ പറയുന്നുണ്ടായിരുന്നു, ഈ കൊലപാതകത്തിൽ ഒന്നിലധികം പേർ ഉൾപ്പെട്ടിട്ടുണ്ട്, ആ രീതിയിലാണ് കാര്യങ്ങൾ പ്ലാൻ ചെയ്തത് എന്ന് പറയുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഒരാൾ കൂടി കസ്റ്റഡിയിലാകുമ്പോൾ ഇയാളെ എവിടെ നിന്നാണ് പിടികൂടിയത്? ഇയാളെക്കുറിച്ച് പോലീസ് പറയുന്നത് എന്താണ്? പോലെ തന്നെ കഴിഞ്ഞ ദിവസം സംസ്ഥാനത്തെ തന്നെ ഞെട്ടിച്ച്, അതായത് തിരുവനന്തപുരത്തും തമിഴ്നാടും ഒരേപോലെ പങ്കിടുന്ന പ്രദേശത്താണ് ഇത്തരത്തിൽ ഒരു കൊലപാതകം നടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയൊരു ഞെട്ടലോടെയായിരുന്നു കേരളം ഇത് കണ്ടത്. ക്വാറി ഉടമ ദീപുവിനെ കഴുത്തറുത്ത് കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഏതായാലും കൊല നടത്തിയത് ഒരാൾ മാത്രമല്ല എന്ന് അന്വേഷണത്തിന്റെ ആദ്യം മുതൽ തന്നെ തമിഴ്നാട് പോലീസ് നിഗമനത്തിലെത്തിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് കൂട്ടുപ്രതികൾ ഉണ്ടെന്നും അതോടൊപ്പം തന്നെ ദീപു സഞ്ചരിച്ച കാറിൽ ഈ പ്രതി അമ്പിളിയെ കൂടാതെ വേറൊരാൾ കൂടി ഉണ്ടെന്ന നിഗമനത്തിലും പോലീസ് എത്തിയത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരുന്നത്. ദീപുവിന്റെ ഫോൺ കോളും ഒപ്പം തന്നെ പ്രതിയായി പിടികൂടിയ സജികുമാർ എന്ന അമ്പിളിയുടെയും ഫോൺ രേഖകൾ പരിശോധിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വീണ്ടും മറ്റു പ്രതികൾ ഉണ്ട് എന്ന നിഗമനത്തിൽ പോലീസ് എത്തിയത്. അതിന്റെ പശ്ചാത്തലത്തിലാണ് കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ വീണ്ടും ഈ പ്രതിയെ അമ്പിളി മൊഴി മാറ്റി പറയുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. തനിക്ക് കൊട്ടേഷൻ നൽകിയത് കൊണ്ടാണ് ഈ ദീപുവിനെ കൊലപ്പെടുത്തിയത് എന്ന് ആദ്യം മൊഴി നൽകിയ അമ്പിളി പിന്നീട് ഈ ഒരു കൊല ചെയ്യാനുള്ള ഉപകരണങ്ങളൊക്കെയും സുനിൽകുമാർ എന്ന വ്യക്തിയാണ് തനിക്ക് നൽകിയത് എന്ന് മൊഴി മാറ്റി പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ സുനിൽകുമാറിനെ അന്വേഷിച്ച് പോവുകയായിരുന്നു പോലീസ്. അതിനെ തുടർന്നാണ് ഫോൺ രേഖകൾ പരിശോധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിനിടയിലാണ് സുനിൽകുമാറിൻ്റെ തന്നെ സുഹൃത്തായ പ്രേമചന്ദ്രനെ പോലീസ് കഴിഞ്ഞ ദിവസം പിടികൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഏതായാലും കൊലപാതകം ആസൂത്രണം ചെയ്തതിൽ പ്രതി അമ്പിളിക്ക് മാത്രമല്ല ഈ സുനിൽകുമാറിനും ഒപ്പം ഈ പ്രേമചന്ദ്രനും പങ്കുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. തിരുവനന്തപുരം നേമം സ്വദേശിയാണ് പ്രേമചന്ദ്രൻ. ഈ തിരുവനന്തപുരത്തുകാർ തന്നെയാണ്. ഈ പ്രതികളെല്ലാവരും തന്നെ ഈ ഗുണ്ട ആയിരുന്നു ഈ പ്രതി അമ്പിളി. 70ഓളം കേസുകളിൽ പ്രതിയാണ് ഇയാൾ. 2 കൊലപാതക കേസ് ഉൾപ്പെടെയുള്ള 70ഓളം കേസുകളിലാണ് പ്രതി. മാത്രമല്ല ഇപ്പോൾ ഈ ഒരു കൊല ചെയ്യാൻ ഇന്നലെ പോലീസ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ കൊല്ലപ്പെട്ട ദീപുവിന്റെ കാറിൽ ഈ അമ്പിളിയെ കൂടാതെ മറ്റൊരാൾ കയറിയതായി സംശയമുണ്ട് എന്ന്, മറ്റൊരാൾ കൂടി കയറിയിട്ടുണ്ടായിരുന്നു എന്ന സംശയം പോലീസ് പങ്കുവയ്ക്കുന്നുണ്ടായിരുന്നു. ഇനി ഈ പറയുന്ന പ്രേമചന്ദ്രനാണോ ആ വ്യക്തി? അതിലേതെങ്കിലും സ്ഥിരീകരണം പോലീസ് പറയുന്നുണ്ടോ? നിലവിൽ അത്തരം കാര്യങ്ങളിലേക്കൊന്നും സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. മാത്രമല്ല പിടികൂടിയ ഒരു സാഹചര്യം മാത്രമാണ് നിലവിൽ പോലീസ് അറിയിച്ചിട്ടുള്ളത്. ഈ ഒരു അന്വേഷണം പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതിൽ വീണ്ടും അല്ലെങ്കിൽ വേറെയും പ്രതികൾ ഉണ്ട് എന്ന് തന്നെ ഉള്ള നിഗമനത്തിൽ തന്നെയാണ് പോലീസ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആദ്യം പ്രതി അമ്പിളിയെ പെട്ടെന്ന് തന്നെ പോലീസിന് പിടികൂടാൻ സാധിക്കുന്നു. ഒപ്പം അതിന് പിന്നാലെ സുനിൽകുമാർ എന്ന വ്യക്തിയുടെ പങ്ക് പോലീസിന് മനസ്സിലാകുന്നു. പിന്നാലെ സുനിൽകുമാറിൻ്റെ തന്നെ സുഹൃത്ത് പ്രേമചന്ദ്രനെ പോലീസ് ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ പിടികൂടുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ പോലീസിന് വേഗം തന്നെ കേസ് തെളിയിക്കാനുള്ള ഒരു സാധ്യത തന്നെയാണ് മുന്നിലുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് കാര്യങ്ങൾ കടന്നു പോകുന്നതും. ഏതായാലും ഫോൺ രേഖകൾ പരിശോധിച്ച് വരികയാണ്. ദീപുവിന്റെ കുടുംബവും ആരോപിച്ചിരുന്നു, ദീപുവിന് നിരന്തരം ഭീഷണി കോളുകൾ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ലക്ഷങ്ങൾ ചോദിച്ചുള്ള കോളുകളായിരുന്നു വന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ചില ഗുണ്ടാ സംഘങ്ങളുടെ ആക്രമണം ഉൾപ്പെടെ ഈ ഫോൺ രേഖകളിലൂടെ പോലീസിന് ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി.
പറയുകയുണ്ടായി. ഏതായാലും വ്യക്തമായ തെളിവുകളൊക്കെയും പോലീസിന്റെ പക്കലുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. ഉടൻ തന്നെ എത്ര പ്രതികൾ ഉണ്ട് എന്ന കാര്യത്തിൽ വ്യക്തത വരും. അതോടൊപ്പം തന്നെ ഈ പ്രേമചന്ദ്രന്റെ പങ്ക് എന്താണെന്നും അതോടൊപ്പം ഈ പ്രതി അമ്പിളിക്ക് ഈ ഒരു ഉപകരണങ്ങൾ, കഴുത്തറക്കുന്ന ബ്ലേഡ് ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ നൽകിയ സുനിൽകുമാറിനെ കണ്ടെത്തേണ്ടതുണ്ട്. ഈ സുനിൽകുമാറിനെ കൂടി കണ്ടെത്തുന്നതോടെ കാര്യത്തിൽ ഈ കേസിൽ വലിയൊരു രീതിയിലുള്ള വ്യക്തത വരുമെന്ന് തന്നെയാണ് കരുതുന്നത്. ശരി, ഓക്കെ. ശരി മാനസയാണ് തിരുവനന്തപുരത്ത് നിന്ന് ഈ വിവരങ്ങൾ നമുക്ക് നൽകിയത്. ഏതായാലും ആ കൊലപാതകത്തിൽ, ദീപുവിൻ്റെ കൊലപാതകത്തിൽ ഒരാൾ കൂടി പിടിയിലായിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനിയും പക്ഷേ ഇതിനും അപ്പുറത്തേക്ക് ആളുകളുണ്ട് എന്ന നിഗമനത്തിൽ തന്നെയാണ് പോലീസ് ഇപ്പോൾ ഉള്ളത്. അതിൻ്റെ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. വരും സമയങ്ങളിൽ അതിൻ്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് നമുക്ക് പോകാൻ കഴിയും.